ഇന്ത്യയിൽ 65 കോടിയിലും അധികം ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പം ഇത്രയും അധികം ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലൂടെയുള്ള ഇൻകം ജനറേഷൻ വളരെയധികം ക്രൂഷ്യലാണ്. കടകളെല്ലാം ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ഷോപ്പിംഗിലോട്ട് എല്ലാവരും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആളുകൾ നടത്തുമ്പോൾ അതിലൂടെ നമുക്കെങ്ങനെ വരുമാനം സ്വന്തമാക്കാം? ആളുകൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു പാർട്ട് 1 ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ബേസിക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ബേസിക്സിന് ശേഷം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അത് സെല് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. നമസ്കാരം, എൻ്റെ പേര് ഗായത്രി. ഈ ഒരു ചാനലിൽ ഞാൻ ഇൻസ്റ്റഗ്രാം മണി മേക്കിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മണി മേക്കിംഗ് റിലേറ്റഡ്, പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഗ്രോത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വക ടോപ്പിക്സിൽ ഒത്തന്റിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. 100, 200, 500 എന്നുള്ള ചെറിയ കമ്മീഷൻ മുതൽ ലക്ഷങ്ങൾ വരെ പല രീതിയിൽ ഒരുമിച്ച് ലക്ഷങ്ങൾ കിട്ടും എന്നല്ല, പല പ്രോഡക്ട്സിൽ നിന്നും 10,000 കമ്മീഷൻ കിട്ടാം, 5,000 കമ്മീഷൻ കിട്ടാം. ഈ വക രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കിൽസ് കൂടെ ഉൾപ്പെടുത്തിയാൽ ലക്ഷങ്ങൾ ഇതിലൂടെ സ്വന്തമാക്കാൻ പറ്റും 100% ഓത്തന്റിക് ആയിട്ടുള്ള വഴിയിലൂടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളൊരു കാറ്റഗറി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ്, നമുക്ക് പല കാറ്റഗറിയിൽ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. എസ്പെഷ്യലി നമ്മൾ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഏതെങ്കിലും കൃത്യമായി ഒരു നീഷ് അല്ലെങ്കിൽ ഒരു തീമിലോട്ട് നിങ്ങൾ പോവുക. അതായത് വലിയൊരു കടലിൽ നിന്നും ഏത് ഭാഗത്താണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവർക്ക് താല്പര്യമുള്ള പ്രോഡക്ട്സ് ഏതായിരിക്കും എന്നുള്ളതിൻ്റെ പ്രോഡക്റ്റിനെക്കാട്ടിലും മുമ്പ് ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യണം. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണോ, ബുക്സ് ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഫാഷൻ ആണോ, അല്ലെങ്കിൽ സർവീസസ്, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് മേക്കിംഗ് സർവീസസ് ഒക്കെ ഇല്ലേ, അവരുടെ ഒക്കെ അഫിലിയേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഫിലിയേറ്റ് ആകാനായിട്ടുള്ള പ്രോഡക്റ്റ്, നമ്മൾ ഏത് പ്രോഡക്റ്റാണ് ഓൺലൈനിൽ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി തീരുമാനിച്ചു നോക്കുക. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് തീരുമാനിച്ചെങ്കിൽ അതിൽ നമുക്ക് ബെസ്റ്റ് സെല്ലർ, ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പ്രോഡക്റ്റ് സിമ്പിളായിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാറ്റഗറി നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു കാറ്റഗറി, ആ ഒരു വിഭാഗത്തിൽ നമുക്ക് ഏറ്റവും അധികം വിറ്റഴിഞ്ഞ് പോകാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ് നോക്കുക. അത് ഏത് കാറ്റഗറിയിലും നമുക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ആമസോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചടപടേന്ന് ലിസ്റ്റ് കിട്ടും. അങ്ങനെ ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഒന്നിലധികമോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ അഫിലിയേറ്റ് ആകാൻ പറ്റും. സോ അഫിലിയേറ്റ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. സ്റ്റെപ്പ് നമ്പർ 2, രജിസ്റ്റർ ആസ് ആൻ അഫിലിയേറ്റ് ആയി രജിസ്റ്റർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പല വെബ്സൈറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടും ഈ അടുത്ത് അവരുടെ പ്രൈസ്, അതായത് നമുക്ക് തരുന്ന കമ്മീഷൻ പെർസെൻറ്റേജ് വളരെയധികം കുറച്ചിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് ആദ്യമേ കുറച്ചു, അപ്പോൾ തന്നെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗുകാരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിനെ. ഇപ്പം ആമസോണും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ വീഡിയോ ഇറക്കിയപ്പോൾ തന്നെ പുതിയ അനൗൺസ്മെൻറ്റ് വന്നിട്ട് ആമസോൺകാരും കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആമസോൺ ഈ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷന് ടെമ്പററി ആയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് താമസിയാതെ അവർ ബാക്ക് ടു നോർമൽ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് കൂടാതെ അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 3 ഞാൻ പറഞ്ഞുതരാം. 1 വി കമ്മീഷൻ, 2 ഒപ്റ്റിമൈസ്, 3 ക്യൂ ലിങ്ക്. അതായത് ഈ അഫിലിയേറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പം ഈ വെബ്സൈറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിയാൽ മതി. ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും നമ്മൾ ആഗ്രഹിക്കുന്ന പല വെബ്സൈറ്റ്സിൻ്റെ അഫിലിയേറ്റ് നമുക്ക് അതിനകത്തൂടെ അഫിലിയേഷൻ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പലയിടത്തായിട്ട് പോയി നടക്കണ്ട, ഇങ്ങനെ ഏതെങ്കിലും ഒരു അഫിലിയേറ്റ് നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ആയി മാറുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും. അതായത് അഫിലിയേറ്റ് ലിങ്ക്. ഈ ലിങ്കാണ് നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫോളോവേഴ്സിനും അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. എന്ന് വെച്ചാൽ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയല്ല, അവരൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മൊബൈൽ ഫോൺ, നമ്മൾ മൊബൈൽ ഫോണിൻ്റെ അഫിലിയേറ്റ് ആണ്, അവർ മൊബൈൽ ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നമുക്ക് എടുത്തിട്ട് ഈ ലിങ്കിലൂടെ വാങ്ങിക്കാൻ പറയാം. അതിൽ അവർക്ക് ഒന്നും നഷ്ടം വരാനില്ല, നമുക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ഇത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം.
എങ്ങനെ സെല് ചെയ്യാം എന്നുള്ളതിലോട്ട് കൂടുതൽ വരാം. പക്ഷെ നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സ് നോക്കാം. ഇപ്പോൾ ഈ വി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഈ വി കമ്മീഷൻ്റെ സൈൻ അപ്പ് പേജിലോട്ടാണ് വരുന്നത്. ഇന്നത്തെ നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെന്ന് സെലക്ട് ചെയ്യുക. ടൈറ്റിൽ മിസ്റ്റർ മിസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. നമ്മളിതാണ് മെയിൻ വെബ്സൈറ്റിൻ്റെ പേജ് ഇതാണ്. ഓക്കെ, ഈ വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാകും ഒരുപാട്, അതായത് ഇതൊരു നെറ്റ്വർക്കാണ്, അഫിലിയേറ്റ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള eBay ആയാലും ശരി, ആമസോൺ ആയാലും ഒരുമാതിരിപ്പെട്ട എല്ലാം, ഏഷ്യൻ പെയിൻറ്റ്സ് വരെ, ഫ്ലിപ്കാർട്ട്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും ബ്രാൻഡ്സിൻ്റെയും ഒക്കെ അഫിലിയേറ്റ് ആവാൻ നമുക്ക് ഈ ഒരൊറ്റ സൈറ്റ് മതി. അതാണ് ഈ അഫിലിയേറ്റ് നെറ്റ്വർക്കിൻ്റെ ഗുണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പേജിലോട്ട് നമുക്ക് പോകാം. അതിൽ ഇൻഡിവിജ്വൽ ആണെന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അടുത്തത് പാസ്വേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം കൺട്രി ചൂസ് ചെയ്യാം. അതിനുശേഷം സ്റ്റേറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഏത് ടൈപ്പ്, അതായത് നമ്മൾ വെബ്സൈറ്റിലൂടെയാണോ, എങ്ങനെയാണ് നമ്മുടെ അതായത് വെബ്സൈറ്റ് ടൈപ്പ് ബ്ലോഗാണോ, ഏത് രീതിയിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ബ്ലോഗാണെങ്കിൽ ബ്ലോഗെന്ന് ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ചൂസ് ചെയ്യാം. പിന്നെ നമുക്കിപ്പം ബ്ലോഗിന് പകരം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണ്, ഏതാണെങ്കിലും അതിൻ്റെ URL നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിലേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. പിന്നെ മന്ത്ലി വിസിറ്റേഴ്സും ഒക്കെ ബാക്കി അതൊക്കെ ഒരു ഊഹത്തിന് നമുക്ക് ഇടാവുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ബില്ലിംഗ്, നമുക്ക് ഈ പേയ്മെൻറ്റ് മെത്തേഡ്, ഇത് ഒരുപാട് നല്ല കാര്യമാണ്. അതായത് ബാങ്ക് ട്രാൻസ്ഫറും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ പേപ്പാൽ മാത്രമല്ല, വയർ ട്രാൻസ്ഫർ മാത്രമല്ല, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാക്കണം. അതായത് നമുക്ക് ഇതിൽ നിന്നും പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് വെറുതെ നമുക്ക് ലിങ്ക് കിട്ടൂല. പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക, ആ പ്രൊഡക്റ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ അവർ അപ്രൂവ് ആക്കിയാൽ നമുക്കവർ ലിങ്ക് ഇമെയിൽ വഴി അയച്ചു തരും. ഇങ്ങനെയാണ് പ്രോസസ്സ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ബ്രൗസ് ചെയ്ത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, അതിപ്പം ഈ പറഞ്ഞ പോലെയുള്ള പ്രോഡക്റ്റ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫർ തരുന്ന കൂപ്പൺ ആവാം, ഡീൽസ് ആവാം, എന്തും നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ആമസോണിലുള്ള ഓഫേഴ്സ്, ആമസോണിലുള്ള പ്രോഡക്ട്സും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യാൻ ഏതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, അപ്ലൈ ഫോർ ഓഫർ അപ്രൂവൽ. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് തരാം, അതിന് താല്പര്യമുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് റിപ്ലൈ തരും അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ആ റിപ്ലൈയുടെ കൂടെ നമുക്ക് ആ ലിങ്കും കൂടെ കിട്ടും. അത് നമുക്ക് ഈ സൈഡിൽ നിന്നും ആ ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്രൂവൽ ആയുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കിട്ടും. ഇതോടെ നമ്മൾക്ക് സക്സസ് ആയി നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക്സ് ആണ് നമ്മൾ ഇനിയും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എങ്ങനെ അത് നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ഇനി നമ്മുടെ മെയിൻ പണിയെടുക്കേണ്ട ആ ഒരു പ്രോസസ്സ്, അതായത് സെല്ലിംഗ് പോയിന്റ്. സെല് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റും ബ്ലോഗും ഒക്കെ ഉള്ള ആളാണെങ്കിൽ വെരി ഗുഡ്, അതാണ് ബെസ്റ്റ് വേ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, അതിപ്പം യൂട്യൂബ് ആവാം, ഇൻസ്റ്റഗ്രാം ആവാം. ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ഈ ചാനലിലൂടെ പറയാറുണ്ട്. അപ്പം അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഇൻസ്റ്റഗ്രാം ചെറിയ ലെവലിൽ ഫോളോവേഴ്സ് 500+ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ അഫിലിയേറ്റ് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഇൻസ്റ്റഗ്രാം ബയോ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങളുടെ ഈ അഫിലിയേറ്റ് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇടാം. പിന്നീട് സ്റ്റോറിയിലൂടെയോ പോസ്റ്റിലൂടെയോ ഒക്കെ ആളുകളോട് പറയാം, നിങ്ങൾക്ക് അത് പോയി നോക്കൂ, ഇഷ്ടമാണെങ്കിൽ വാങ്ങൂ എന്നുള്ള രീതിയിൽ പറയാം. സ്ഥിരമായി പറഞ്ഞ് വെറുപ്പിക്കരുതെന്ന് മാത്രം. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും വാട്സാപ്പിലൂടെയും നമുക്ക് ഇമെയിൽ അറിയാവുന്ന ഇമെയിൽ ID വെച്ചിട്ട് ഇമെയിലുള്ള ആളുകൾക്കും ഒക്കെ നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് പോലെ ചെയ്യാവുന്നതാണ് അഫിലിയേറ്റ് ലിങ്ക്. ഇതിൽ കുറച്ചാൾ വർക്ക് ചെയ്ത് എക്സ്പേർട്ടൊക്കെ ആയി കഴിയുമ്പോൾ വെബ്സൈറ്റ് മസ്റ്റാണ്. വെബ്സൈറ്റ് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ബ്ലോഗ് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് സാധനങ്ങൾ വിറ്റഴിഞ്ഞ് പോകാനായിട്ട് ബെസ്റ്റ്. ഇപ്പം ബ്ലോഗ് ആയാലും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയാലും യൂട്യൂബ് വീഡിയോ ആയാലും എങ്ങനെ നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഫിലിയേറ്റ് പ്രോഡക്റ്റ് അതിൽ ഉൾപ്പെടുത്താം. ഡയറക്റ്റായിട്ട് ഇത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആളുകൾക്ക് കൺവിൻസ്ഡ് ആവണം. അപ്പോൾ അതിന് പല രീതിയിൽ നമുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ആണ് നോക്കുക. ഇതൊക്കെ മാക്സിമം
ട്രസ്റ്റ് വേർതി ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തുക. വെറുതെ പ്രോഫിറ്റ് മാത്രം കണ്ടുകൊണ്ട് റെക്കമെൻഡ് ചെയ്യരുത്. എപ്പോഴും ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇടുക. നമ്മൾ അതിൻ്റെ റിവ്യൂ ഇടുമ്പോൾ അതിൻ്റെ പ്ലസ് പോയിന്റ്സ് മൈനസ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് മൈനസ് പോയിന്റ്സും പറയണം. കാരണം ജെനുവിൻ റിവ്യൂ ആയിരിക്കണമല്ലോ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്നിട്ട് പറയാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഇതാണ് എന്ന് പറയാം. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ഇപ്പം 2020 ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺസ് അണ്ടർ 10,000 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഇറക്കി വരിക. ഇൻസ്റ്റാഗ്രാമിൽ IGTV വീഡിയോ ആവാം, എവിടെയാണോ നമുക്ക് കുറച്ചെങ്കിലും ഫോളോവേഴ്സ് ഉള്ളത് അവിടെ നമുക്കിത് ചെയ്യാം. എന്നിട്ട് ഈ കമ്പയർ ചെയ്യുന്ന 2 മൊബൈൽസ് അല്ലെങ്കിൽ 4 മൊബൈൽസ് ഈ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്കിൽ നമ്മൾ അഫിലിയേറ്റ് ലിങ്ക് എടുക്കണം. ഈ മൊബൈൽസിൻ്റെ ഒക്കെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന കോണ്ടന്റിൻ്റെയോ പോസ്റ്റിൻ്റെയോ താഴെ ലിങ്ക് ആയിട്ട് ഇടണം. അപ്പോൾ ഈ റിവ്യൂ കണ്ട് ഈ കമ്പാരിസൺ ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇതിന് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവർ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യും ആൻഡ് നമുക്ക് കമ്മീഷൻ വരും. പിന്നെ അടുത്തൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഹൗ ടു എന്നുള്ളതാണ്. ഹൗ ടു ലൂസ് വെയിറ്റ് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഹൗ ടു ബി ഫാഷനബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ബ്ലോഗോ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പോലെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെ നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് പറയാം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ നിന്നും വാങ്ങാവുന്നതാണ്, നോക്കാവുന്നതാണ്, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ പേജസ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഉദാഹരണത്തിന് റണ്ണിങ് ഷൂ മാത്രം അതിന് വേണ്ടി മാത്രം പേജ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അഫിലിയേറ്റ് ലിങ്കിലൂടെ സെല്ല് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ സെല്ല് ചെയ്യാൻ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് കോഡ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പോൺ കൊബോൺ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഈ ഡിസ്കൗണ്ട് കോഡ്സ് ഡീൽസ് നമുക്ക് അവരുടെ അഫിലിയേറ്റ് ലിങ്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടംപോലെ അത് ഫോർവേഡ് ചെയ്യാം. കാരണം എപ്പോഴും ഡീൽസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഓഫറുകൾ ബൈ 1 get 1 അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഡീൽസ് ഹൈലി ഡിസ്കൗണ്ടഡ് ഡീൽസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഈ വക ഡീൽസ് നമ്മുടെ ഫ്രണ്ട്സിലോട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അത് ഈ അഫിലിയേറ്റ് ലിങ്കിലൂടെ. അപ്പം നമുക്കും അവർ പർച്ചേസ് ചെയ്യുമ്പം നമുക്കും ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും കമ്മീഷൻസ് വന്നുകൊണ്ടേയിരിക്കും. പ്രോഡക്ട്സ് നമുക്ക് ചിലപ്പം 5%, 10%, 15%, പലപ്പോഴും ഓൺലൈൻ സർവീസസ് സെല്ല് ചെയ്താൽ അപ് ടു 80% വരെ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ അധികം കോംപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു, അഫിലിയേറ്റ് ലിങ്ക് എടുക്കുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. പക്ഷേ ഇതെങ്ങനെ സെല്ല് ചെയ്യുന്നു എന്നതിലിരിക്കും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം. അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട, ലൈസൻസ് എടുക്കേണ്ട, ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നോക്കണ്ട. നമ്മൾ ജസ്റ്റ് മിഡിൽ മെന്നായി പ്രവർത്തിക്കുന്നു. അതും വളരെ അന്തസ്സോടെ, അതിനകത്ത് വേറെ ഒരു ഉടായ്പും ഇല്ലാതെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ട് ലീഗലായിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇത് റെഗുലറായി തുടങ്ങിയാൽ നമുക്ക് ആ അക്കൗണ്ടിലോട്ട് പൈസ വീഴുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ആളുകൾ നമുക്ക് പരിചയമുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആളുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, നമുക്കതിലൂടെ പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഒരൊറ്റ ഉപദേശം മാത്രമേ തരാനുള്ളൂ ഇതിനകത്ത്. ഈ അഫിലിയേറ്റ് ലിങ്ക് ചുമ്മാ സ്പാം ആയിട്ട് എല്ലാ യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ കമൻറ്റിൻ്റെ ഒക്കെ താഴെ ചുമ്മാ കൊണ്ട് വെതറരുത്. സ്പാം ആയി കഴിഞ്ഞാൽ നമ്മുടെ അത് ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് വേറെ പല ഇഷ്യൂസും വരും. അപ്പം വെറുതെ ആളുകളെ വെറുപ്പിക്കാതെ നമ്മൾ ഇതിനകത്ത് റെക്കമെൻഡ് ആണ് ചെയ്യുന്നത്. ഇത് വാങ്ങൂ എന്ന് പറഞ്ഞ് നമ്മൾ വെറുപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ, അതായത് ആളുകൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കമ്മീഷൻ നേടി പൈസ നേടാനായിട്ടുള്ള, ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള വഴി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ മാക്സിമം കമൻറ്റ്സ് നോക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഇൻഫർമേഷനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തിടുക. ഓൾറൈറ്റ്, അപ്പോൾ ശരി, ബൈ.